السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر ذاته في كل وقت وحين كلما ذكره الذاكرون وغفل عن ذكره الغافلون. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. أنت محمد أحببته. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ജുമാദിൽ അവ്വൽ നിങ്ങൾ പോയിട്ട് ജുമാദിൽ ആഖിറ നിങ്ങൾ സന്യാസ തുടങ്ങിയിട്ട് സന്യാസമുണ്ട്. ജുമാദിൽ ആഖിറ നിങ്ങൾ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ നാൽക്കും കബർക്ക് മുട്ടായിട്ടുള്ളൂ, നമ്മളെ റായത്തുക്ക് ദൂറായിട്ടുള്ളൂ എന്നുള്ള ബോധം നമുക്കുണ്ട്. കാരണം നിങ്ങൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാൻ എന്ന മനുഷ്യന്മാർ അല്ലാഹുവിട്ടു ചെമ്മെ പിരിസലിക്കിടങ്ങായിട്ട് കിടാറ് എന്ന് ഖുർആൻ ചിന്തല്ലേ. ഈ തിങ്കൾ ഒരുപാട് മഹാന്മാരെല്ലാം സ്മരണാക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ഖലീഫ മഹാനായ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിയുടെ ഫസ്റ്റ് മെമ്പർ ആറ്? മഹാന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മനുഷ്യന്മാർ നബിമാരെ പൊട്ടിട്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാരിലെ ഒന്നാമത്തെ സ്ഥാനത്ത് അള്ളാഹു ഇഷ്ടദാസാറ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി നുബുവത്ത് കിട്ടിയ നബിയുടെ നബി എന്ന് തെല്ല് സംശയമില്ലാണ്ട് പെട്ടെന്ന് സ്വീകരിച്ച ഒരാളുണ്ടെങ്കിൽ അതാറ്. അതുകൊണ്ട് സിദ്ദീഖ് എന്നുള്ള പേര് വന്നു. അത് അള്ളാഹു റസൂലിൻ്റെ ചങ്ങായി. എത്ര ഇങ്ങനത്തെ ചങ്ങായി റൂഹുടെ കാട്ടി യാറെ പേര് വെച്ചിട്ട് ആപ്താപ്ത ചങ്ങായി. അള്ളാഹു റസൂലിൻ്റെ ഫസ്റ്റ് ഖാദിം നോക്കും. നബിയുടെ പ്രധാന അംഗമായിട്ട് തെളിവിൽ നബിയുടെ ബലകൈ ബണ്ടായിട്ട് ജീവിച്ചത്. ഇസ്ലാമിയുടെ അഭിവൃദ്ധിക്കായിട്ട് ഉള്ള എല്ലാത്തിനും ദാനധർമാക്കിയിട്ട് എന്തെല്ലാം ഉണ്ടു അതെല്ലാം അള്ളാഹു റസൂൽ ചൊല്ലും. നമുക്ക് സിദ്ദീഖുൽ അക്ബർ പൈസ സമ്പത്ത് ഇസ്ലാമുക്ക് സഹായിക്കിട്ടേ പോലെ ആരും കിട്ടിയിട്ടില്ല. അതിൽ ഒന്നാമത് സ്ഥാനാർക്ക് സിദ്ദീഖുൽ അക്ബർ. അള്ളാഹു റസൂൽ തൻ്റെ മൂല കന്യ മൂല ഇങ്ങനെ കൊടുത്താറ്. അതും സിദ്ദീഖുൽ അക്ബർ ആണ്. ഹിജറ പോകുമ്പത്തു അള്ളാഹു റസൂലിട്ടു ജൊത്തകാര സംഘാത്തിയാറ്. പിന്നെ സിദ്ദീഖുൽ അക്ബർ ഗുഹയിലും ചങ്ങായാറ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ചെന്ന് നബിമാരെ പൊട്ടിട്ടെങ്കിൽ പിന്നെ ചെമ്മ ഗ്രേഡ്രയിലും ചെമ്മ പരോപകാരിയും എല്ലാത്തിനും ഒന്നാമത്തെ സ്ഥാനം സിദ്ദീഖുൽ അക്ബർ. നബിമാരെ പൊട്ടിട്ട് എല്ലാ ഭൂമിയുടെ എല്ലാ ടോട്ടൽ മനുഷ്യന്മാർ ഈമാനും സിദ്ദീഖുൽ അക്ബർ ഈമാൻ തുകാക്കിയത്. ഈമാൻ ആരവിടെ അറിവാ? അത് സിദ്ദീഖുൽ അക്ബർ. എന്തുകൊണ്ടും അള്ളാഹു റസൂലിൻ്റെ കൽബിയുടെ അടിത്തട്ടിൽ പ്രസവിച്ചത്. അള്ളാഹു റസൂലിൻ്റെ പുകഴൽപ്പെട്ടിട്ട് സ്വർഗത്തോ അബൂബക്കറും ഫിൽ ജന്ന സ്വർഗത്തെ ഫസ്റ്റ് ടിക്കറ്റ് കിട്ടിയോ മഹാനായിട്ട് കിട്ടി. ഇസ്ലാമിയുടെ ഫസ്റ്റ് മെമ്പറും മരിക്കലോടത്തോളം ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ മരിക്കലോടത്തോളം നബിയുടെ വിട്ടിട്ട് ഇന്നിട്ടേ ഇല്ല. നബിക്ക് തണലില്ലല്ലേ. നബിയുടെ തണൽ പോലെ നബിക്ക് തണൽ പോലെ നബിക്ക് തണലിക്കില്ല. തണൽ പോലെ നബിയുടെ പിമ്പറ്റിത്തിന് പെറൂലേ അങ്ങനത്തെ വലിയ മുഹാജിറുകളിൽ ഒന്നാമത്തെ സ്ഥാനം. എല്ലാ സ്വഹാബികളെ കൊടുത്തിട്ട് പ്രപ്രഥമ സ്ഥാനം ആർക്ക്? അള്ളാഹു റസൂലിൻ്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരാധികാരി വെക്കും. ഫസ്റ്റ് ഖലീഫ വെക്കും. ഫസ്റ്റ് ഖലീഫ വെക്കും. ഹുബ്ബുൻ നബി നബിയുടെ പ്രസവിച്ച മഹാന്മാരിൽ ഒന്നാം സ്ഥാനം ആർക്ക്? അത് സിദ്ദീഖുൽ അക്ബർക്ക്. എല്ലാ അള്ളാഹു റസൂലിൻ്റെ സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബറിട്ടുണ്ട്. അങ്ങനത്തെ മഹാൻ ആറ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ദർജ അവിടുത്തെ ഗ്രേഡ് ചെന്ന് തീർക്കുക അള്ളാഹു റസൂൽ മാത്രം സാധ്യം. അത്ര ഗ്രേറ്റസ്റ്റ് ഉള്ള മഹാന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ അള്ളാഹു റസൂൽ അങ്ങേറ്റവും കൽബിൽ അടിച്ചിട്ട് ഗാഢമായിട്ട് ആഴമായിട്ട് അള്ളാഹുടെ പേടിച്ചും കൊണ്ട് പ്രസവിച്ചത്.
പരിശോധിച്ച മഹാൻ ഇതേ ജുമാദിൽ ആഖിർ 13 വഫാത്താവണം. ഹിജ്റ 13 ജുമാദിൽ ആഖിർ 21 വഫാത്താവണം. ആ മഹാൻ്റെ നാളുള്ള ദുവെಂದ್ರು ಆರೋ ಇತ್ತರೆಲ್ಲ ದರಜಲ್ಲು ಈ ಮಹಾಂಡು ನಮಗೂ ಸ್ವರ್ಗ ಇಟ್ಟು ನೀನು ಜೋಜಿವಿ ನಂಗೆ ಆಖರದ ವಿಷಯಲೆಲ್ಲ ಫುಲ್ಲು ಬೆಲೆ വെച്ച മനുഷ്യന്മാർ ನಂಗೆ ബുദ്ധി ഇല്ല ഞങ്ങൾക്ക് ആഖിറ ധർമ്മത്തിൽ ഇട്ടിട്ട് മരിച്ചു ഞങ്ങളെ മക്കളെ പോലും ഞങ്ങളെ ആഖിറത്ത് ആശ്ചാക്കിട്ടില്ല ഞങ്ങൾ ഭൂമിയുടെ ഇൽമു കൊടുത്തിട്ടു പൈസ സമ്പാദന കിടന്നിൽ മുങ്ങിര ആ മഹാന് അള്ളാഹുടെ അങ്ങേറ്റം പിടിച്ചു കലമ്പുടെ അടിത്തിട്ടില്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹബീബ് അള്ളാഹുടെ ഹബീബ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹബീബ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മഹാൻ 4 ദുആർക്കട് 4 ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ യാ അല്ലാഹ് സ്വർഗത്ത് പോകുള്ള അർഹത നക്കില്ല അല്ലാഹ് വലാ ഖുവാല നാരിൽ ജഹീമി നരകത്ത് ശിക്ഷ സഹിക്കട സത്യം നക്കില്ല അല്ലാഹ് ഫഹബുലി തൗബതൻ നക്ക് നീ തൗബ ചെയ്ത ഭാഗ്യം ഉണ്ടാക്കുക അല്ലാഹ് വഗ്ഫിർ ദുനൂബി നിന്റെ ദോഷത്തെ മാഫാക്കുക അല്ലാഹ് ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി ಖಂಡಿತ നീന് എല്ലാ ദോഷത്തെ മാഫാക്കടോ അലീം നീ ഘനವಂತ നീ ഗ്രേറ്റസ്റ്റ് ആണ് എന്ന് ചെന്നുകൊണ്ട് തവഫനി മുസ്ലിമ എൻ്റെ മുസ്ലിമായിട്ട് നീ മരിപ്പാട്ട് അല്ലാഹ് വാൽഹഖ്നി ബിസ്സാലിഹീൻ നാളെ ആഖിറത്തിൽ എൻ്റെ സ്വാലിഹീങ്ങളെ കൊടുത്തു നീ ആക്കല്ല എന്ന് 4 ദുആർന്നുണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ ഇത്രമാ മൗലിദാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് മൗലിദ് അത് അള്ളാഹുൻ്റെ റസൂലാക്കിയത് മൗലിദ് എത്ര ആക്കിയത് അങ്ങനത്തെ എല്ലാ തഖ്വയുള്ള മനുഷ്യന്മാരെ രാജാവായോ അള്ളാഹുടെ അങ്ങേറ്റം പരമ രീതിയിൽ പേടിച്ചുകൊണ്ട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൽബുടെ അടിത്തട്ടിൽ എത്ര ചെന്നെങ്കിൽ നിങ്ങളെ ഒറന്നാളത്ത് നക്ക് ഇബാദത്ത് ഏത് ഹിജറ പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നാറില്ല ഗുഹയിൽ ആ ഒറന്നാളത്ത് ഇബാദത്ത് തന്നെ നണ്ട ഫുള്ള് നണ്ട ജിന്ദഗി ഞാൻ എപ്പോൾ ഇസ്ലാം സ്വീകരിച്ചോ 100% മരിക്കടത്തോളം എല്ലാ ഇബാദത്തും നിങ്ങൾ തന്നു വിടുക എന്ന് ചെന്നാറ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒറന്നാളത്ത് തന്നിവേ എന്ന് ചെന്നാട് സിദ്ദീഖുൽ അക്ബർ ഇട്ടു. അത്ര വലിയ മഹാൻ ദ്വാർക്കുണ്ടോ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ അല്ലാഹു സ്വർഗത്ത് പോകുക അർഹത നക്കില്ലേ ഇല്ല അല്ലാഹ് വലാ ഖുവാല നാരിൽ ജഹീം നരകത്ത് ശിക്ഷ ചെയ്ത ശക്തിയുമില്ല അല്ലാഹ് വഹബുലി തൗബതൻ നക്ക് തൗബ ചെയ്ത് നീ ഭാഗ്യം ഉണ്ടാക്കുക അല്ലാഹ് വഗ്ഫിർ ദുനൂബി നിന്റെ ദോഷത്തിന് നീ മാഫാക്കുക അല്ലാഹ് ഫഇന്ന ഗാഫിർ ദംബിൽ അലീമി ಖಂಡಿತ നീന് എല്ലാ ദോഷം മാഫാക്കണു നീನು അലീം നീ ഘനವಂತനായത് നീ ഗ്രേറ്റസ്റ്റ് ആണ് നീನು തവഫനി നിന്റെ മരിപ്പാട്ട് മുസ്ലിമായിട്ട് മരിപ്പാട്ട് അല്ലാഹ് വാൽഹഖ്നി ബിസ്സാലിഹീൻ നീ സ്വാലിഹീങ്ങളെ കൊടുത്തിട്ട് നീ ആക്കുക അല്ലാഹ് എന്ന് 4 ദുആർന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. ആ മഹാൻ്റെ വിഷയം അങ്ങനെ ഇട്ടെങ്കിൽ ഞങ്ങളെല്ല അവസ്ഥ ഞങ്ങളെ ഗതി നാളെ ആഖിറത്തിലെ അധോഗതി. കാരണം ഞങ്ങളുടെ ധൈര്യക്കാർ ഞങ്ങൾ ബച്ചവ അവിടെ നിന്നുള്ള ധൈര്യത്തിൽ ഇന്ന പോലെ കാരണം എന്തുകൊണ്ട് ഈമാൻ കടിയത്തില്ലേ ഈമാൻ ഇങ്ങനെ യാറായപ്പോൾ അള്ളാഹുടെ പേടിയല്ലേ അല്ല എന്താക്കടാ എന്നുള്ള ടെൻഷൻ അങ്ങനെ ഈമാൻ ഇങ്ങനെ യാറാണ്ടി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈമാൻ യാറാക്കുക ഞങ്ങളതും ഞങ്ങളെ മക്കളും ഈമാൻ യാറാക്കുക ഭൂമിയുടെ മേലുടെ എല്ലാം ഇൽമു കൊടുത്തും കൊണ്ട് മക്കളെ ആഖിറത്തോ നല്ല കേടായിട്ട് ദുആർക്കുമ്പോൾ ആക്കണം വേണ്ട. അതുകൊണ്ട് ദീനിയായ നിലക്ക് നിങ്ങളെ മക്കളെല്ലാം ഇൻഷാ അല്ലാഹ് വളർത്തിക്കൊണ്ട് അങ്ങാലും ആഖിറത്ത് ആസ്തിയാക്കുക. എല്ലാ ദീനിയായ ഇൽമു 4 എത്ര കിട്ടുക അത്ര ഇൻഷാ അല്ലാഹ് ഗോരി ബാരിട്ട് അതിനൊക്കെ ഇൻഷാ അല്ലാഹ് കൽബിൽ ബീക്കുക ബീക്കട മാത്രം അതുപോലെ അമൽ ചെയ്യുക. അമൽ ചെയ്യുകൊണ്ട് പഠിച്ചവനെ അല്ലാഹ് നീ പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്യിക്കോ നീ അവതാക റഹ്മാനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹക്ക് ദാഹ് ബറക്കത്തുണ്ട്. ഈ ദുആത്ത് നമ്മൾ 4 ഓർബട്ടവായി അല്ലെങ്കിലും വെള്ളിയാഴ്ച ഒരു 5 വട്ടം ഇൻഷാ അല്ലാഹ് ദുആർക്കോ നമ്മൾ പതിവായി നീ അവതാക റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.